ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും അത്ര സുഖമായിട്ടിരിക്കുന്നില്ല. സൈനസൈറ്റീസിൻ്റെ നല്ല പ്രശ്നമുണ്ട്. അതിന് മരുന്ന് കഴിക്കുകയും ആവി പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ടുള്ള പല്ലുവേദനയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാര്യം നമുക്ക് സൈനസൈറ്റീസൊക്കെ വരുമ്പം അതിൻ്റെ ഞരമ്പുകൾ ഇങ്ങനെ ഇവിടെ നിന്നെല്ലാം അതിൻ്റെ സൈനസിൻ്റെ ഞരമ്പുകൾ ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ വരുന്നതാണ് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആ സൈനസ് അത്രയും കൂടിയത് കൊണ്ടാണ് അതിങ്ങനെ വായിലേക്കും പല്ലുകളിൽ ആ ഒരു ഇതിലേക്കൊക്കെ ഇങ്ങനെ വന്നത്. എനിക്ക് മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു പ്രാവശ്യം കഫം മണ്ടേന്ന് എടുത്തിട്ടുണ്ട്. സൈനസ് പണ്ടേ ഉള്ളതാണ്. അപ്പം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു ദിവസം സൈനസ് നിറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും പറഞ്ഞതായിരുന്നു. പിന്നെ രാത്രി കുളിക്കരുത്, നേരത്തെ കുളിച്ച് മുടി ഉണക്കണം. പിന്നെ ഒരു 5-6 ദിവസം മരുന്ന് കഴിച്ച് വെയിലൊന്നും കൊള്ളാതെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്നു. പിന്നെ കാലത്തും വൈകിട്ടും മൂക്കിൽ മരുന്ന് കഴിച്ച് ആവി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മുഖമല്ലാതിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കിച്ചൺ വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഇത്തിരി ചേനയെടുത്ത് ഒരു ചേനക്കറി വയ്ക്കാമെന്നും പറഞ്ഞ് ചേന എരിശ്ശേരി വയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനെടുത്ത് അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. അതൊരു ചേന എരിശ്ശേരി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചേന വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതപ്പോൾ നമുക്ക് ഇനി ഇറക്കിയെടുക്കാം. എന്നിട്ട് ഇറക്കി വെച്ച് നമുക്കത് ഉടച്ചെടുക്കാം. ചൂടുണ്ട്. പിന്നെ അത് വെച്ചിട്ട് മറ്റേ നമുക്കുള്ള അതിൻ്റെ ഓൺലൈൻ അതിൻ്റെ സാധനം മുന്നോട്ട് മേടിക്കാൻ പോയൊരു പേസ്റ്റ് അത് ടൈലില്ല ഇതിൻ്റെ. പിന്നെ നമുക്കിതാക്കി നല്ലപോലെ ഉടച്ചതിന് ശേഷം നമുക്കിതൊന്ന് എരിശ്ശേരിയാക്കാം. അപ്പോൾ പിന്നെ എനിക്ക് വായിൽ പല്ല് തേക്കുന്നതിന് വേണ്ടി ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഇത് മൃദുത്വമുള്ള ബ്രഷല്ല, ഉള്ളത് തന്നെയാണ്. അതെനിക്കറിയാം. കോൾഗേറ്റ്, പക്ഷേ കോൾഗേറ്റിൻ്റെ നല്ല ബ്രഷാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് മൃദുത്വം ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ പല്ല് തേക്കുമ്പം എപ്പോഴും നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കണം. അപ്പോൾ എൻ്റെ പല്ല് പിടിച്ച് നോക്കിയിട്ട് ഡോക്ടർ അതാണ് അഭിപ്രായം പറഞ്ഞത്. ഒരു ബ്രഷും എനിക്ക് തേക്കാനുള്ള പേസ്റ്റും ഡോക്ടർ എഴുതി തന്നായിരുന്നു. പിടിക്കുന്ന കമ്പി ഉണ്ടാകുന്നുണ്ട്. നോക്കിയാൽ കണ്ണും മുമ്പ് ഇരുന്നാലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ച് അരപ്പും ആ ചേനയും കൂടി നമുക്കൊന്ന് അരച്ച് ഒരു കൊച്ചരിശ്ശേരിയാക്കി. എന്നിട്ട് നമുക്ക് രാവിലെ അപ്പത്തിന് കടലക്കറി വെച്ചതിൻ്റെ ഇത്തിരി കടല കൂടി ഇരിപ്പുണ്ട്. അതുകൂടി നമുക്കങ്ങ് ആ കടല കൂടി നമുക്ക് ഇതിലേക്കങ്ങ് ചേർക്കാം. ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ. ഭയങ്കര മണ്ട വേദനയാണ് കേട്ടോ. ഈ സൈനസ് കിടക്കുമ്പോഴത്തേക്ക് മണ്ട ഞാനതാണ് അടുപ്പിലേക്ക് വെച്ചു. അപ്പം കുക്കറിൽ രാവിലത്തെ കടലക്കറി ബാക്കിയിരിക്കുന്നുണ്ട്. അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു. കടല നമുക്ക് എരിശ്ശേരിക്ക് ചേർക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ നല്ലൊരു എരിശ്ശേരിയായി. നാളെ വൃശ്ചിക മാസം 1 നാളെ നമുക്ക് ഈ അമ്പലത്തിൽ എല്ലാ വർഷവും വൃശ്ചിക 1 എൻ്റെ മാമൻ്റെ മൂത്ത മാമൻ്റെ ഇളയ മോൻ്റെ വായനയും വിളക്കും കഞ്ഞിയും ആണ്. അവർക്കുള്ള കഞ്ഞിസദ്യ നാളെയും ഉണ്ട്. അപ്പം
ആവുന്ന ദിവസങ്ങളെല്ലാം എല്ലാവരും കയറി ചെന്ന് സന്ധ്യാനാമം ചെല്ലാനും എല്ലാത്തിനും കയറി ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യം നമുക്ക് കയറിപ്പോയി അമ്പലത്തിൽ എല്ലാം ചെയ്താൽ നമുക്ക് തന്നെ അതിൻ്റെ പുണ്യം കിട്ടും. നാളെ 1-ാം തീയതിയാണ്. നേരത്തെ കുളിച്ച് എനിക്ക് തലയിലിപ്പോൾ എങ്ങനെ വെള്ളം കോരി ഒഴിക്കുമെന്നുള്ള പ്രശ്നത്തിൽ ഞാൻ ഇരിക്കുകയാണ്. 1-ാം തീയതിയായിട്ട് എന്ത് ചെയ്യുമോ എന്തോ. വെള്ളമെത്തിയങ്ങനെ കുളിക്കാതെ പറ്റും. ഞാൻ അതുപോലെ തന്നെ കുളിക്കുന്നത് ഞാൻ വൈകിട്ടായിരുന്നു കുളിക്കുന്നത്. ആ കുളി സമയമൊക്കെ മാറ്റണം. ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അത് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കടുവറുക്കുമ്പം കടുവറുത്തതും കൂടി അതിലേക്ക് ഒഴിക്കാം. നല്ല കടലയും ചേനയും ചേർത്തുള്ള എരിശോരി റെഡിയായിട്ടുണ്ട്. ഉപ്പ് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എരിശോരി നല്ലതുപോലെ തിളയ്ക്കുകയും ചെയ്തു. ഞാൻ കടുവറുക്കാനായിരുന്നു ഒരു ശകലം കരിവേപ്പില കൂടി കടുവറുക്കുന്ന മുമ്പ് തന്നെ അതിലേക്ക് ഇടാം. ഇനി നമുക്ക് അത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഇറക്കി വയ്ക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഞാനൊന്ന് അടച്ച് വെച്ചു. നല്ല സൂപ്പർ മീൻ നിന്ന് കൊണ്ടുവന്ന, ഇന്നലെ നമ്മൾ മീൻ വാങ്ങിയില്ലായിരുന്നു. ഇന്നിപ്പോൾ നല്ല മീൻ കൊണ്ടുവന്ന്, അതുകൊണ്ട് നല്ല അടിപൊളി മീനാണ്. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് മീൻ മേടിച്ച്. ഞാൻ ചോറ് വെയിറ്റ് വളരെ കുറവാണ്. ഇന്ന് എന്തായാലും ഇറങ്ങി മീൻ വാങ്ങിച്ചു. ഇപ്പം അണ്ണനാണ് ഇറങ്ങി, അതായത് അണ്ണൻ്റെ കൂടെ ഞാനും കൂടെ ഇറങ്ങി. അണ്ണനാണ് ഇറങ്ങി മീൻ വാങ്ങുന്നതിൻ്റെ കൂടെ ഞാനുണ്ടെങ്കിൽ ഞാനും കൂടി ഇറങ്ങും. അതിനിടയ്ക്ക് വെച്ച് നോക്കട്ടെ. കുട്ടൂസ് മോന് വറുക്കായി മത്തിയും കൂടി ഇട്ട് തരാൻ പറഞ്ഞ് അങ്ങനെ എന്തായാലും മത്തിയും കൂടി ഇട്ട് തന്നു. അപ്പോൾ കുട്ടൂസും പിന്നെയാണ് ഞാൻ ഓർമ്മിക്കുന്ന, കുട്ടൂസ് മോന് പഠിക്കാൻ പോകണ്ട, എന്നാലും മത്തി എപ്പോഴും നല്ലതാണ്. ആർക്കായാലും മത്തി കൂട്ടുന്നത് നല്ലതാണ്. നാളത്തേക്ക് ഇത്തിരി എടുത്ത് വെച്ചേക്കാനൊന്നും പറ്റില്ല. നാളത്തേക്കൂടെ കൂട്ടാൻ വെച്ചത് നാളത്തേക്കൂടെ വെച്ചിരുന്നെടുക്കാം. അതേ പറ്റും. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മീൻ വറുക്കാനായി മത്തിയും ഇത്തിരി 2-3 ചൂര കഷ്ണവും ഉണ്ട്. അത് നമുക്ക് വറുത്തിട്ട് നമുക്ക് മീൻ കറി വയ്ക്കണം. നാളെ ഭക്തജനങ്ങൾ പണ്ട് കാലത്ത് മലയ്ക്ക് പോകുന്ന ആ ഒരിത് 41 മല ചവിട്ടിയവരൊരു ഉണ്ട്. പണ്ടത്തെ ആ ഒരു ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ഇതൊന്നും ഇപ്പോഴും കാണാനും ഒന്നുമില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളങ്ങ് ആറ്റിങ്ങ താമസിക്കുമ്പം എൻ്റെ അണ്ണന്മാരും ഞങ്ങൾ വൃശ്ചിക മാസം പിറന്നാൽ വീട്ടിൽ സന്ധ്യയാകുമ്പോഴത്തേക്ക് അണ്ണന്മാർ പിന്നെ ഈ ഇതുണ്ടല്ലോ കന്നാസ്, മറ്റേ അത് കൊട്ടുന്നതിന് പകരം ഈ
ഇതെടുത്ത് വെച്ച് കന്നാസ് എടുത്ത് വെച്ച് കൊട്ടി പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അച്ഛൻ്റെ നിന്നൊക്കെ പൈസയൊക്കെ മേടിച്ച് അവിലും അതൊക്കെ മേടിച്ച് എന്തോരു നല്ല സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു എന്നറിയാമോ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഓർമ്മിക്കുമ്പോഴത്തേക്ക് അണ്ണന്മാരും പോയി, അമ്മയും പോയി, എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമുണ്ട്. കഴിഞ്ഞു പോയ കാലങ്ങളൊന്നും പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. എൻ്റെ അമ്മയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് മക്കളമ്മയെ സ്നേഹിക്കുന്ന മക്കളും അമ്മയും, സ്വന്തം അമ്മയും മക്കളും എന്ന് പറയുന്ന ഒരു ബന്ധം. ചില സ്ഥലങ്ങളിലൊക്കെ പെറ്റമ്മ മക്കളെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണും. പക്ഷേ നമ്മുടെ ഇതിൽ നമുക്ക് ജീവനും പ്രാണനുമായിട്ട് നമ്മൾ ഈ സ്നേഹം കൂടുതൽ ഉള്ളിടത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഓർക്കും, അങ്ങനെയൊക്കെ പണ്ടുണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്കത് ഓർമ്മിക്കാൻ പോലും അമ്മയുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇന്നെൻ്റെ മോൾ എനിക്കൊരു ഫോട്ടോ ഇട്ട് തന്ന്. അപ്പുറത്തെ മാമിയും എൻ്റെ അമ്മയും കൂടി അവിടെ ഇറയത്തിരിക്കുന്നു. മറ്റേ ഇതിൻ്റെ അവിടെ നാത്തൂനും വേറെ ആരും കൂടി എൻ്റെ ക്ലാസ് എടുക്കാൻ വന്നതിൻ്റെ ഒരു അതിലൊക്കെ അമ്മ ഇരിക്കുന്ന ഒരു രൂപം കാണുമ്പോഴത്തേക്ക്, അപ്പം അമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും 80 വയസ്സായല്ലോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ 80 വയസ്സ് വരെ ഞാൻ ഇരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ 80 വയസ്സ് വരെ ഇരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മ 80 വയസ്സ് വരെ ഇരുന്ന് അമ്മ സന്തോഷവതിയായിട്ട് തന്നെയാണ്. അമ്മയ്ക്ക് ആരെയൊന്നും ഇപ്പോൾ കൈയിട്ടേണ്ടെന്ന് ഒരു ആവശ്യവും വന്നിട്ടില്ല. അതൊക്കെ അമ്മയുടെ ഒരു ഭാഗ്യമാണ്. അതൊക്കെ അമ്മ ഭാഗ്യം പറയുന്നൊരു സ്ത്രീയാണ്. പിന്നെ ആ പണ്ട് കാലത്തെ ഒന്നും ഒന്നും തിരിച്ചു കിട്ടില്ല. അമ്മ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടോ അപ്പം മത്തിയുമുണ്ട്, ചൂര പൊരിച്ചതുമുണ്ട്. ഇത് സൂപ്പറായിട്ട് നല്ല ആ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാനായിട്ട് തോന്നും. നല്ല അടിപൊളി മത്തിയും ഇതുമായിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നു. അപ്പോൾ കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. K4 കേരള എൻ്റെ കൂട്ടുകാരിയായിരുന്നു. അപ്പോൾ എനിക്കത് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് അത് പറക്കി എണ്ണയിലോട്ട് ഇടുന്ന വീഡിയോ കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പം അത്യാവശ്യ കോളായതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ പിന്നെ എണ്ണ കരിഞ്ഞു പോവില്ലേ ചൂട്, അതുകൊണ്ട് ഞാൻ പിന്നെ അപ്പം നമ്മുടെ മീൻ ഫ്രൈ ഏകദേശം റെഡിയായിക്കൊണ്ടേ ഇരിക്കുന്നു. നല്ല ഒരു മണമാണ്. അത് നമ്മൾ ഫ്രഷ് മീൻ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, അതിൻ്റെ ഒരു മണം പ്രത്യേകിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. അതാണ് മീനിൻ്റെ പ്രത്യേകത. അതുപോലെ ഇച്ചിരി മീൻ കെട്ട മീനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ മീൻ പൊരിക്കുമ്പോഴും അതിൻ്റെ മണവും പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാം. അതാണ് ഈ മീനുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പം മത്തിയുമുണ്ട്. അതിൽ 2-3 ചൂര കഷ്ണം കൂടി ഞാനതിലേക്ക് ഇട്ട്. ചൂര നമ്മളങ്ങനെ വാങ്ങുന്നതല്ല, പക്ഷേ ഇത് നല്ല ഫ്രഷ് ചൂരയായിരുന്നു. ഇന്നാളൊരു ദിവസം വാങ്ങി. അല്ലാതെ ഉടഞ്ഞ ചൂര അങ്ങനെയാണെങ്കിൽ വാങ്ങാറില്ല. ഇന്നിപ്പം മത്തിയും ഇതും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മളെന്നും അങ്ങനെ വാങ്ങൂല. പള്ളിയിൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ അവർക്കുള്ള അതാണ് കേൾക്കുന്നത്. നമുക്കിതിന് തൊട്ടക്കരയായിട്ടാണ് പള്ളി. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അറിയാം നമുക്ക് തൊട്ടടുത്ത് പള്ളിയുണ്ടെന്നുള്ളത്. അവർക്ക് വെള്ളിയാഴ്ച എന്ന് പറയുന്നൊരു ദിവസം അവർക്ക് പള്ളിയിൽ അതിൻ്റേതായ പിന്നെ നമസ്കാരവും എല്ലാം ഉള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് നടക്കുകയാണ്. അപ്പം നമുക്ക് മീൻ ഫ്രൈ ഇതിലോട്ട് മാറ്റി വെച്ചിട്ട്
ഇനി വെച്ചിരുന്ന കരിഞ്ഞു പോകണമെങ്കിലും കരിക്കാനുള്ള നല്ല ഇതിലേക്ക് മൂത്തു. ഇതേ കണ്ടോ അത് ഇനി ഞാൻ മീൻ കറി വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ചു. അങ്ങനെ എൻ്റെ കൂട്ടുകാരി നമുക്കിപ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഓരോ സ്ഥലത്തും തൊഴിൽ മേളയൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെ അതിൻ്റെ കാര്യം പറയാനായിട്ട് കൂടിയാണ് അവൾ വിളിച്ചത്. നാളെയുണ്ട്, പിന്നെ 18-ാം തീയതി ഗാന്ധി ഭവനിൽ വെച്ചിട്ടുണ്ടുണ്ട്. എവിടെയെങ്കിലും നമുക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, നമുക്കൊരു സ്ഥിരം ഒരു വരുമാനം ആവുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. അപ്പം മീൻകറി അടുക്കി വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ചു. കണ്ടോ, അപ്പം മീനിൽ ചേർക്കാനായിട്ട് ചെറിയ ഉള്ളി, തക്കാളിക്ക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നല്ല നാടൻ കറിവേപ്പ്, ഇത്രയും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ചേർക്കാനുള്ള പൊടികളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നല്ല സൂപ്പർ മീനാണ്. മീൻ കാണിച്ചു തരാം. നല്ല സൂപ്പർ പച്ച മീനാണ് കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ പച്ച മീനാണ്. അപ്പം ഞാൻ കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കട്ടെ. മറ്റേതിനും കൂടി ഇത്തിരി കടുവറുത്ത് ഒഴിക്കണം. കടുവ തീരാറായി. കടുവ കടു കണ്ടുവ ഉള്ളി,
കറിവേപ്പ്, നല്ലൊരു സൂപ്പർ മീൻ കറിയാണ് ഞാനിന്ന് വയ്ക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ വെച്ച് നോക്കണം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകുന്നതാണോ, അത് വിട്ടുപോകുന്നതാണോ? എപ്പോഴും കമൻ്റാണല്ലോ നമുക്ക് ആവശ്യമായിട്ട്. അപ്പം മറ്റേതിൽ കൂടി ഇതിൽ കടുവറുത്തത് ഒഴിക്കണം. നമ്മുടെ ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചാൽ മൊബൈലിൽ ചൂടടിക്കും. അതുകൊണ്ട് മൊബൈലൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത് വയ്ക്കുമ്പം അത്രയും സൂക്ഷിച്ചെങ്കിലേ കുറച്ച് ഉച്ചോരിയിൽ കൂടി ഒഴിക്കട്ടെ. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ ആവശ്യമായ എല്ലാം കൂടി അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ഇടാം. മഞ്ഞപ്പൊടി, ആവശ്യമായ മല്ലിപ്പൊടി, അത് അതിലേക്കിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പൊക്കെ മാറ്റി നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കും. നല്ലതുപോലെ ആ എണ്ണയിൽ കിടന്നൊന്ന് ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചിരവ തേങ്ങയും പിഴുവ് പുളിയും കൂടി ഞാൻ അരച്ച് നല്ല വടി അരച്ച് ഞാനിവിടെ വച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മീൻ തേങ്ങ അരച്ച് വെച്ചതെന്ന് പറയുകയില്ല, എന്നാൽ പുളിമുളക് അരച്ചതെന്നും പറയില്ല. നമുക്കൊരു വറുത്തരച്ച മോഡലിൽ വെച്ചതായിട്ടുള്ള ഒരു രസം കിട്ടും.
അപ്പം നാളെ ഇരുന്നാലും അതിനൊരു കുഴപ്പവും വരില്ല. അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. ഒരു ചിരവ തേങ്ങ അരയ്ക്കണം. കുറച്ചുകൂടി വെള്ളം, വെച്ച് എല്ലാം കൂടി യോജിപ്പിച്ച് പിന്നെ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാനും എല്ലാം ആയിട്ട് നമുക്ക് ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് അതൊരു വറുത്തരച്ച മീൻകറിയുടെ ടേസ്റ്റിൽ വരികയും ചെയ്യും. ആ എരിയും പുളിയും അതിൻ്റെ ആ ഒരു ഇതങ്ങ് മാറുകയും ചെയ്യും. നല്ല തേങ്ങ വറുത്തരച്ച ടേസ്റ്റിൽ നമുക്ക് പിറ്റേന്നും വെച്ചിരുന്ന് മീനൊക്കെ കൂട്ടാം. നല്ലൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക്. കണ്ടോ, ഇപ്പോൾ തന്നെ കണ്ടോ, നമ്മൾ തേങ്ങ വറുത്തരച്ച ആ ഒരു കളറുമായി നമുക്ക് മീൻ കൊണ്ടുവന്നൂടെ കിട്ടുമ്പോൾ തന്നെ മണി 12 മണിയാകും. മതി. കറി കൂടുതൽ നമ്മൾ ചേർത്താലും അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി അത് ഒന്ന് തിളക്കട്ടെ. അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അപ്പം നാളെ മുതൽ നമ്മുടെ വൃശ്ചിക മാസം ഇപ്പം മലക്കറിക്കും പച്ചക്കറിക്കും എല്ലാത്തിനും നല്ല തീ വിലയായിരിക്കും. നമ്മൾ മലക്കറി അങ്ങനെ അങ്ങ് ഇപ്പം ഫ്രിഡ്ജ് കേടായിരിക്കുമെന്ന് അങ്ങനെ അങ്ങ് വാങ്ങാറില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത്, എന്തെങ്കിലും അല്ല, നമുക്ക് കൂട്ടാൻ പെരയെടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൂട്ടാൻ പറ്റുന്ന സാധനങ്ങൾ, ചീരയോ പിന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ സാധനങ്ങളെടുത്ത്, വാഴക്കൂമ്പോ മുടിഞ്ഞു വീണൊരു വാഴക്കൊല ഉണ്ടായിരുന്നു, അങ്ങനെ ഏതെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും നല്ലതല്ലേ. വളവുമില്ല, വേറെ ദോഷങ്ങളൊന്നുമില്ല. അങ്ങനെ ഒക്കെ അങ്ങ് ഒരേ ദിവസവും പിന്നെ മലക്കറി മേടിച്ചുകൊണ്ടിട്ടേക്കുമ്പോഴത്തേക്ക് കേടായി പോകുന്നു. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലും പച്ചക്കറികളൊന്നും അങ്ങനെ വാങ്ങാറില്ല. ഇപ്പം നമുക്ക് ആവശ്യത്തിന് നമ്മൾ കുറച്ച് വാങ്ങും, ഇത്രയേ ഉള്ളൂ. ഒക്ടോബർ, നവംബർ 15 നമ്മുടെ മീൻകറി നല്ല ഭംഗിയായിട്ട് തിളച്ചല്ലേ. അപ്പം നമുക്ക് മീൻ പറക്കിയിട്ടാലോ. ആദ്യം തന്നെ തലയെടുത്തങ്ങിടാം അല്ലേ. ഈ തല ഉണ്ടോ,
മീനും എല്ലാം അതിലേക്ക് ഇട്ടു. ഇനി എല്ലാം ഒന്ന് നിരത്തി റെഡിയാക്കി ഇനി നല്ലതുപോലൊന്ന് വെന്ത് ഒന്ന് റെഡിയായി വരട്ടെ. അടച്ചിടാം. തീ ഒരു ശക്കലൊന്ന് കുറച്ചും കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ എരിശോരി വിരളം ചെയ്യാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ഒന്നും തൂക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇത് നമ്മൾ കടുകൊട്ടിച്ചൊഴിച്ചേക്കുന്നുണ്ടോ നമ്മുടെ സൂപ്പർ എരിശോരി. ഇപ്പം നമ്മുടെ എരിശോരി ഉണ്ട്, ചോറുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. ഇതാണ് നമ്മുടെ ഊണ്. ഇവിടെ ഇരിക്കട്ടെ. അപ്പം മീൻ കറിയും കൂടെ റെഡിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പം നമ്മുടെ മീൻ കറി തുറന്ന് നോക്കിയാലോ. അയ്യമ്മ സൂപ്പർ. കണ്ടോ, അടിപൊളിയല്ലേ? അടിപൊളി സൂപ്പറല്ലേ? സൂപ്പറായിട്ടുണ്ടല്ലേ? നമ്മളെ ഊണ് റെഡിയായി. നല്ല സൂപ്പർ മീൻ കറി. ഞാൻ തല പിടിച്ച് വെച്ചിരിക്കുകയാണ്. തല അടിപൊളി മീൻ കറി. നല്ല ചേനയും കടലയും കൂടെ എരിശോരി, നല്ല മത്തി വറുത്തതും. നല്ല സൂപ്പർ ഊണാണ് കേട്ടോ. അപ്പം കൊള്ളാമോ? എൻ്റെ കുഞ്ഞു ഊണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാണ് എൻ്റെ വീട്ടിലെ കിച്ചണിലെ ചെറിയ വിശേഷം. അപ്പോൾ ഇന്ന് ചൂര മീനിൻ്റെ തലയെടുത്ത് വെച്ചേക്കാണ്. തിന്നാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വായിലെ പല്ലുവേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് നാളാവും തിന്നിട്ട്. പറ്റുമെങ്കിൽ തിന്നാം. എരിയൊന്നും വായി തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.